പോയി പണി നോക്കാൻ പറഞ്ഞപ്പോ അങ്ങോരാ പോയി. എന്തോ വീട്ടുവർത്താനവും പറഞ്ഞ് പ്രാന്തനെ പോലെ. അത്ര തന്നെ. അവൻ അറിയാതിരിക്കണമല്ലോ നീ എന്റെ അനിയത്തിയാണെന്ന്. അറിയാം, അന്നത് പറയുകയും ചെയ്തു. ഇനി ഒരിക്കൽ അയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അപ്രോച്ച് ഉണ്ടായാൽ അപ്പൊ തന്നെ അതിനറിയിച്ചേക്കണം. ഇനി എന്താ അപ്രോച്ചാ? അയാൾ ഇനി ആ വഴിക്ക് വരില്ല. ശരിക്കും വളറിയിട്ടാ പോയിരിക്കണേ ചങ്കു. മൂപ്പരിപ്പോ വേറെ ഏതെങ്കിലും പെണ്ണിനോട് ഇതേ ഡയലോഗും പറഞ്ഞ് നടത്തിയിരിക്കും. ആയിരിക്കില്ല. അവിടെയാ നീ സൂക്ഷിക്കേണ്ടത്. എനിക്ക് ജയകൃഷ്ണൻ എത്ര വർഷമായിട്ട് അറിയുന്നതാ. മൂപ്പരുടെ ഒരു 100 വിക്രികളുടെ കഥകളും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്റെ അറിവില് ജയകൃഷ്ണൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് നടത്തുന്ന സംഭവം ഇതാദ്യമായിരിക്കും. ശരിക്കും ആദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ എടുത്തടിച്ചുള്ള മറുപടി അയാൾ ആകെ ഒലിച്ചിട്ടുണ്ടാവണം എന്റെ കണക്കൂട്ടലില്. എപ്പോഴൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും പറയാൻ പറ്റാത്തൊരു ടൈപ്പാണ് മനുഷ്യൻ. ഒറ്റൊരു സ്റ്റെപ്പ് എടുക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞാൻ പൊട്ടിയെന്ന് കണക്കാക്കേണ്ട ഒരു ടൈപ്പ്. ഈ ടൗണിൽ തന്നെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഉണ്ട്, അറിയോ? അതുകൊണ്ടാ പറഞ്ഞേ, എന്തെങ്കിലും ഒരു ചെറിയ മൂണ്ടായാൽ പോലും വിവരം എന്നെ അറിയിച്ചോണ്ടെന്ന്. മറ്റുള്ളവരെ വട്ടത്തിലാക്കല്, അതും അവള് കണ്ട മുഖമായിട്ട് ഒരു പൊരുത്തമില്ലെന്ന് കണ്ടപ്പോ മുതല് പെണ്ണിന് ക്യൂരിയോസിറ്റിയായി. അവള് പറയണത് ഇത് രണ്ടും അല്ലാത്തൊരു മുഖം ജയകൃഷ്ണൻ ഉണ്ടാവുന്ന. ഇത് എന്താ ഈ കുട്ടിക്ക്? ജാതകം നോക്കാതെ ചെല്ലാൻ തയ്യാറുണ്ടെങ്കിൽ ചെന്നാ മതിയെന്ന് ജയകൃഷ്ണൻ പറഞ്ഞേച്ചില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് മൂപ്പത്തി ഇപ്പൊ അങ്ങോരെ കുറിച്ച് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹീറോ ഇമേജിന് പാകം. തന്നെ ഞാൻ കോൾ ചെയ്യുന്നേ കാണുന്നതാ. ഒരുപാട് കളികളിൽ ചുറ്റപ്പെടഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടുള്ള തന്റെ ആദ്യത്തെ അപ്രോച്ച് ആയിരിക്കുമെന്ന് എനിക്കുറപ്പാ. ആദ്യം ഞാൻ അവൾക്ക് കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. എന്താ കുട്ടിയുടെ പേര്? ക്ലാര. ക്ലാര. പിന്നെ എന്തിനേ ആ കുട്ടി പോയി കളഞ്ഞത്? പാവം. പക്ഷേ രാധയ്ക്കും എന്നെ ആദ്യം മനസ്സിലായില്ലല്ലോ. അഗ്രീഡ്. രണ്ടാളും എന്നോട് നോന്ന് തന്നെ പറഞ്ഞേ. ഒരേ ഒരു വ്യത്യാസം, രാധ പറയുമ്പോ അതൊരു കുടുംബത്തിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ സെക്യൂരിറ്റി നിന്നിട്ട് പറയുന്നു. ക്ലാര അത് ഒന്നുമില്ലാത്ത ഇടത്ത് നിന്നിട്ട് പറയുന്നു. എന്നിട്ട് എങ്ങോട്ടെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു.